മിഴിവ് 2024 സംഘടിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് MPKBY SAS ഏജന്റുമാരുടെ കുടുംബ സംഗമത്തിന്റെയും മുതിർന്ന ഏജന്റുമാരെ ആദരിക്കൽ ചടങ്ങിന്റെയും ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാ അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശോഭന രാജൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്തി, KP ശ്രീജയൻ, ഗീത രാധാകൃഷ്ണൻ, ഷിജിത ബിനീഷ്, സിന്ധു സുരേഷ്, അനീഷ്, നൌഫൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൺവീനർ ഷീല സുനിൽ നന്ദിയും പറഞ്ഞു. 2004 ഏജന്റുമാരുടെയും കുടുംബസംഘവും മുതിർന്ന ഏജന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് ഞങ്ങളുടെ എല്ലാവരും അമ്പാത്തോട് സംഘത്തോടുകൂടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആദ്യമേ അറിയിച്ചു. ഞാനൊരു നീണ്ട പ്രസംഗം നടത്താൻ സമയം ഉപയോഗപ്പെടുത്തുന്നു. എന്തായാലും ഇവിടെ ശോഭ പറഞ്ഞു ആദ്യമായിട്ട് 15 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ 30 വർഷമായിരുന്നു പറഞ്ഞു. ഞാൻ പക്ഷേ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ നമ്മുടെ പഴയന്നൂർ ബ്ലോക്കത്തിൽ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് പല യോഗത്തിലും പങ്കെടുക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കുടുംബസംഗമം ആദ്യമായിട്ടാണ് നിങ്ങളുടെ കുടുംബസംഗമത്തിൽ കുടുംബങ്ങൾ അധികം വന്നിട്ടില്ല. അപ്പോൾ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനും അതിൽ ഉദ്ഘാടനം നിർവഹിക്കാനും വേണ്ടി ക്ഷണിച്ചത് നിങ്ങളുടെ അസോസിയേഷനിൽ നിന്നില്ല. നിങ്ങളുടെ സംഘടനയുണ്ട്, ഏജന്റുമാരുണ്ട്, അസോസിയേഷനൊന്നുമില്ല, സംഘടനകളില്ല. ആ സംഘടന നേതൃത്വത്തിലല്ലേ ഇത് നടക്കുന്നത്? ഏജന്റുമാർ സ്വന്തമായി അങ്ങനെ. അപ്പോൾ ഇത് എന്നെ ക്ഷണിച്ചതിനെ ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയും. നമ്മുടെ RB ഏജന്റുമാരുടെ പ്രവർത്തനം അത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാം കൂടെ സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറുക. അപ്പോൾ അതോടൊപ്പം തന്നെ കുറേയധികം ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരമാണ്. ഇവിടെ തങ്കപ്പ ഇരിക്കുന്നുണ്ട്, ഏറ്റവും ടോപ്പാണ്. തങ്കപ്പ എന്ന ഈ നമ്മുടെ ബ്ലോക്ക് അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നടത്തുന്ന ഏജന്റായിരുന്നു. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു? കേൾക്കുന്നില്ല അല്ലേ? ആദ്യം വന്നത് ഏജന്റുമാരായിരിക്കുന്ന വയസ്സായി കിടക്കും. വരാൻ പറ്റില്ല. എന്നാലും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി ഏജന്റുമാരെന്നുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലപോലെ കഷ്ടപ്പെട്ടില്ല. രാവിലെ ഈ തങ്കപ്പൊക്കെ രാത്രിയൊക്കെയാണ് തൂണുകുലകൾ വന്നത്. അന്ന് കൂടെ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാ സ്ഥലത്തും നല്ല കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് തന്നെയാണ് ഏജന്റുമാർ പൈസ കളക്ട് ചെയ്യും, അതിൻ്റെ ഏജൻറ് ഫീസ് നേടുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തെ സംരക്ഷിക്കാനും അതുകൊണ്ട് കഴിയും. കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ RB ഏജന്റുമാർ ചെയ്ത സേവനങ്ങൾ നിരവധിയാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സേവനം എന്ന് പറയുന്നത് 96 ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി. 96 മന്ത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ സംഗമത്തിൽ പങ്കെടുത്ത സമയത്ത് കണ്ട അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസംഗിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. പ്രസംഗം കേൾക്കുകയല്ല അവരുടെ ലക്ഷ്യം. അവർ ഇങ്ങനെ ഇരുന്ന് മുറുക്കുകയാണ്. അത് 10 വയസ്സിൽ മുകളിലുള്ള 10 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാരടക്കം മുറുക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. 96 പാസ്തീയമാണ്. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും മുറുക്കാൻ തുപ്പാൻ വേണ്ടി പുറത്തേക്ക് പോയി.
മുറുക്കുക, തുപ്പുക. പ്രസംഗം കേൾക്കാനൊക്കെ താല്പര്യം. അങ്ങനെ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നല്ല വയസ്സായ അമ്മ നിൽക്കുന്നു. അപ്പോൾ ആ മുറിക്കുന്നു. അപ്പോൾ ഈ ചുണ്ടെല്ലാം പൊട്ടി നാശമായി. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഞാൻ മുറുക്കുന്നത്? ആ മുറുക്കുന്നതുകൊണ്ടല്ലേ ഈ ചുണ്ണാമ്പും അതുപോലെ കോഴിയൊക്കെ ആയതിൻ്റെ ഈ ചുണ്ടൊക്കെ പൊട്ടി നാശമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ഇത് ഞാൻ 10 വയസ്സിൽ തുടങ്ങിയതാണ് കോഴി മുറുക്കാൻ. ഇപ്പോൾ എനിക്ക് 76 വയസ്സുണ്ട്. അപ്പോൾ 10 വയസ്സിൽ തുടങ്ങിയത് 76 വയസ്സായിട്ട് നിർത്തിയിട്ടില്ല. ഇനി മന്ത്രിയല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളെന്ന് പറഞ്ഞാൽ നിർത്താനും പോയില്ല.